തിരുവനന്തപുരം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 292 വർഷങ്ങൾക്ക് ശേഷമുള്ള സ്തൂപിക പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേക ചടങ്ങുകളുമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന എല്ലാ വിശ്വാസികളും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മതിലകം രേഖകൾ പ്രകാരം ഭഗവാന്റെ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെയും ഗർഭഗൃഹത്തിൻ്റെയും പൂർണ്ണതോതിലുള്ള സ്തൂപിക പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും ഇതിനു മുമ്പ് നടന്നത് AD 1733 ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതിഭായിയുടെ ഭരണകാലത്തും തുടർന്ന് ശ്രീ പത്മനാഭദാസനായി തിരുവിതാംകൂറിൻ്റെ അധികാരിയായ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സമയത്തും ഗർഭഗൃഹത്തിൻ്റെ മച്ചിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അന്നൊന്നും പൂർണ്ണതോതിൽ കലശം ആടിയതായി രേഖകളിലൊന്നും തന്നെ പറയുന്നില്ല. ഇന്നിപ്പോൾ ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ശ്രീ പത്മനാഭൻ്റെ ഈ 3 കലശങ്ങളും മാറ്റി പുതിയത് പ്രതിഷ്ഠിക്കുന്നത് കാണുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് മഹാ അത്ഭുതം തന്നെയാണ്. ഇനി ഒരുപക്ഷെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരിക്കും ഭഗവാന്റെ ഈ ഒരു കുംഭാഭിഷേക ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഈ തലമുറയിൽ ഇന്ന് ഇത് നേരിട്ടും അല്ലാതെയും ഈ ദൃശ്യങ്ങളിലൂടെയും ലോകത്താകമാനമിരുന്ന പത്മനാഭ സ്വാമിയുടെ ഭക്തർക്ക് ഇത് കാണാനുള്ളൊരവസരം എന്ന് പറയുന്നതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളോടനുബന്ധിച്ചാണ് ഈ ഒരു കലശ മാറ്റൽ ചടങ്ങ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും നമുക്ക് ദൃശ്യങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ക്ഷേത്രം നിറയെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. കാരണം നേരിട്ട് കാണാൻ അവസരം സിദ്ധിച്ചവരെല്ലാം ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒത്തുകൂടി അവർ ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥിയായി കേരള ഗവർണർ ആർലേക്കർ അദ്ദേഹവും തിരുവിതാംകൂർ ഈ ക്ഷേത്രം ഈ നാടിന് ലോകത്തിന് സമർപ്പിച്ച തിരുവിതാംകൂർ രാജ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ നേരിട്ട് കണ്ട് ഭഗവാന്റെ ദാസന്മാരായി നിന്ന് തൊഴുത് നിൽക്കുന്ന കാഴ്ചയും ഉണ്ട്. ഭഗവാന് ശ്രീ പത്മനാഭസ്വാമിക്ക് നിത്യവും പ്രഭാതത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന പുഷ്പാഞ്ജലി സ്വാമിയുടെ സാന്നിധ്യവും വളരെ മഹനീയമായി തന്നെ ചടങ്ങുകൾ നടക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതും വളരെ ഭാഗ്യമാണ്. സമർപ്പണങ്ങളാണ് ഈ 3 കുംഭങ്ങളും സമർപ്പണമാണ്. അതായത് ഭക്തർ അവരാൽ കഴിയുന്ന, കാരണം നമ്മുടെ എല്ലാം പ്രതിനിധിയായി തന്നെയാണ് ഭഗവാന് ഈ മഹാകുംഭം നിറച്ച് അഭിഷേകം നൽകുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇതിൻ്റെ കാണുന്നവർ തന്നെയും ഇതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളത് ശ്രീ വൈകുണ്ഠനാഥൻ ശ്രീ പത്മനാഭൻ നമുക്ക് തരുന്നൊരു ഭാഗ്യമാണ്. ഇരുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ഭഗവാന്റെ മണ്ണിലെ ഈ ജീവിതകാലത്ത് സംഭവിക്കുന്ന സ്തൂപിക പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും ഒരു മഹാസംഭവവും ജന്മപുണ്യവും ആയി തന്നെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് കാണേണ്ട ഒന്നാണ്. ജൂൺ 2-ാം തീയതി ആരംഭിച്ച ചടങ്ങുകൾക്കാണ് ഇന്ന് ഈ ചടങ്ങുകൾ കഴിയുന്നതോടെ പരിസമാപ്തി കുറിക്കുന്നത്. ജൂൺ 2-ന് നമ്മൾ കാണിച്ചിരുന്നു ശ്രീ പത്മനാഭൻ എല്ലാ വിശേഷ ദിവസങ്ങളിലും പള്ളിവേട്ടയ്ക്കും അൽപ്പശു ഉത്സവത്തിനും പൈങ്കുനി ഉത്സവത്തിനുമെല്ലാം ഭഗവാൻ പുറത്തെഴുന്നള്ളി വരുന്ന പടിഞ്ഞാറേ ഗോപുരവാതിൽ കടന്ന്
ഭഗവാന്റെ ദാസന്മാർ എത്തുന്നു. അവർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മിത്രാനന്തപുരം ക്ഷേത്ര കുളത്തിൽ നിന്നും സുവർണ കുടത്തിൽ നിറയെ മണ്ണും നീരും നിറച്ച് തിരികെ പടിഞ്ഞാറേ ഗോപുര വാതിൽ കടന്ന് ശ്രീ പത്മനാഭൻ്റെ അടുക്കിലേക്ക് സഞ്ചരിക്കുന്ന കാഴ്ചകൾ. വാദ്യഘോഷങ്ങളോടെയാണ് വരുന്നതും നിറയെ മണ്ണും നീരുമെടുത്ത് മടങ്ങുന്നതും. വലിയ അനുഗ്രഹമാണ് ഈ കാഴ്ചകൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും നിങ്ങളിലേക്കിത് എത്തിക്കാൻ സാധിക്കുന്നതും എല്ലാം. എല്ലാവരും ഇത് കാണുന്നവർ പരസ്പരം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാം വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഈ തലമുറയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഈ ദൃശ്യങ്ങളിലൂടെയെങ്കിലും കാണാൻ ഭാഗ്യം സിദ്ധിച്ചത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ഒരു മൊബൈലിലാണെങ്കിൽ പോലും ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമുള്ളൂ. എങ്കിൽ പോലും ക്ഷേത്രം ദേവസ്വവും പോലീസുമെല്ലാം ഈ ഒരു കാഴ്ച ലോകത്താകമാനം എത്തിക്കാൻ മനസ്സ് കാണിച്ചതിന് പ്രത്യേകം അവർക്ക് ഒരു നന്ദി അർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ആചാര്യന്മാരെല്ലാം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 7:40-നും 8:40-നുമുള്ള ശുഭമുഹൂർത്തത്തിലാണ് കുംഭാഭിഷേക ചടങ്ങുകൾ നടക്കുന്നതെന്ന് മുൻകൂട്ടി നമ്മെ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതുമാകുന്നു. ക്ഷേത്രത്തിൻ്റെ 4 ഗോപുര കവാടങ്ങളും നിറഞ്ഞ് ഭക്തജനങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കിഴക്കേ ഗോപുരവാതിലിൽ ആഘോഷമാണ്. അവിടെ പാൽപ്പായസ വിതരണമൊക്കെയുണ്ട്. വടക്കേ ഗോപുരവാതിലും പടിഞ്ഞാറേ ഗോപുരവാതിലും തെക്കേ ഗോപുരവാതിലും എല്ലാം ഭക്തർ വരുന്നതും കണ്ടു മടങ്ങുന്നതുമായ നിരവധി കാഴ്ചകൾ നമുക്ക് കാണാം. മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് തന്നെ സ്തൂപികാ പ്രതിഷ്ഠയും വിശ്വക്സേന ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകളെല്ലാം ഇന്നത്തെ ദിവസമാണ് പ്രധാനമായും ക്ഷേത്ര മതിലകത്ത് സംഭവിക്കുന്നത്. മറയ്ക്കുന്നുണ്ടോ? മുള മറയ്ക്കുന്നുണ്ടോ? അല്ലല്ലേ. തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ചടങ്ങുകളുടെ ഇന്ന് പ്രഭാതത്തിൽ നടന്നൊരു രീതി നമുക്ക് അവരുടെ സന്ദേശങ്ങളിലൂടെയെല്ലാം അറിയാൻ കഴിഞ്ഞത്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജൂൺ 8, അതായത് ഇന്ന് പ്രഭാതത്തിൽ സ്തൂപികാ പ്രതിഷ്ഠാ ചടങ്ങുകൾ വലിയ തമ്പുരാൻ ഹിസ് ഹൈനസ് മൂലം തിരുനാൾ രാമവർമ്മ ചെമ്പകത്തിൻമോട് നടവഴി മതിലകം പ്രവേശിച്ച് നടത്തുന്നതോടെയാണ് ആരംഭിച്ചത്. അതായത് ഇന്ന് പ്രഭാതത്തിലെ ചടങ്ങുകൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്തെ പെരുമാളിൻ്റെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ സമീപത്തൂടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച്
വലിയ പെരുമാളിനെ ദർശിച്ച് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം നടത്തും. തുടർന്ന് ക്ഷേത്രതന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിൻ്റെയും മറ്റ് ആചാര്യന്മാരുടെയും നമ്പിമാരുടെയും പുരോഹിത സഞ്ചയത്തിൻ്റെയും നേതൃത്വത്തിൽ തിരുവമ്പാടിയിലെ അഷ്ടബന്ധ ചടങ്ങുകൾ നടക്കും. അഷ്ടബന്ധ ചടങ്ങുകൾക്ക് ശേഷം അവിടുന്ന് വലിയ തമ്പുരാനും പുരോഹിത സംഘവും വലിയ പെരുമാളിൻ്റെ സമക്ഷത്തുള്ള വിശ്വക്സേനൻ്റെ പ്രതിഷ്ഠ നടത്താൻ നീങ്ങും. വിശ്വക്സേനൻ്റെ പുനഃപ്രതിഷ്ഠയെ തുടർന്ന് കലശങ്ങൾക്ക് അകമ്പടി സേവിച്ച് വലിയ തമ്പുരാൻ കിഴക്കുവശം വഴി ശീവേലിപ്പുരയിൽ പ്രവേശിച്ച് വലത്തോട്ട് തിരിഞ്ഞ് തെക്കേ നട ഭാഗം വഴി പടിഞ്ഞാറേ നടയിലെത്തും. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറേ മണൽപ്പരപ്പിലെത്തും. പടിഞ്ഞാറേ ഭാഗത്തെ മണൽപ്പരപ്പിലെത്തിയ വലിയ തമ്പുരാൻ അവിടെ തന്നെ തുടരുകയും പുരോഹിത സഞ്ചയം കലശങ്ങളുമായി വീണ്ടും മുന്നോട്ട് നീങ്ങി രാമലക്ഷ്മണ വിളക്കുകളും താണ്ടി താൽക്കാലികമായി ഘടിപ്പിച്ച മുകളിലോട്ടുള്ള പാതയിൽ കൂടി സ്തൂപികാ സ്ഥാനത്ത് എത്തിച്ചേരും. അവിടെ സ്തൂപികാ പ്രതിഷ്ഠയും കുംഭാഭിഷേകവും നടത്തും. ഓരോ സ്തൂപികയിലും നിറച്ചിരിക്കുന്നത് 25 കിലോ വീതമുള്ള നെല്ലാണ്. ഭക്തർക്ക് ചടങ്ങുകൾ ദർശിക്കാനുള്ള സൗകര്യം ഭരണസമിതി ഏർപ്പെടുത്തിയത് തന്നെ ലോകത്താകമാനമുള്ള ഭക്തവിശ്വാസികളുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞാലും ചടങ്ങുകൾ 4 നടകളിലും വലിയ സ്ക്രീനുകൾ വച്ച് കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന ഈ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ പോലും, ദൃശ്യമാണെങ്കിൽ പോലും തത്സമയം നമ്മൾ മനസ്സുകൊണ്ട് ക്ഷേത്ര സഞ്ചയത്തിനുള്ളിൽ തന്നെ നമ്മളെത്തി കാണുന്നു എന്നുള്ളത് എല്ലാവരും കണ്ണടച്ച് ഉൾക്കൊള്ളുക. കാരണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലാണ് നാം എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്തുക, ഭഗവാനെ ഒന്ന് ദർശിക്കുക എന്നുള്ളത് ഇന്ന് ലോകത്തിലെ ഏതൊരു ഭക്തൻ്റെയും വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഈ ദർശനവും ഈ ചടങ്ങുകളുടെ അനുഗ്രഹവും എല്ലാം ഇതുവരെ എത്താൻ സാധിക്കാത്തവർക്കും എത്താൻ കഴിയട്ടെ എന്ന് നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും വേണം. എന്തായാലും ചടങ്ങുകൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ചിത്രീകരിക്കാനും ലൈവായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഭരണസമിതിയുടെയും പോലീസിൻ്റെയും അനുമതിക്ക് അമഭാരതം ഉൾപ്പെടെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഭഗവാന്റെ പാദത്തിങ്കൽ നന്ദി അർപ്പിക്കേണ്ടത് തന്നെയാണ്.
कृष्णा परमानन्द श्री कृष्णा पाहि पाहि जगन् मोहन कृष्णा परमानन्द श्री कृष्णा परमानन्द श्री कृष्णा देवकी वसुदेव नन्दन कृष्णा देवकी वसुदेव नन्दन कृष्णा दिव्य सुन्दर श्रीकृष्णा दिव्य सुन्दर श्रीकृष्णा पाहि पाहि जगन् मोहन कृष्णा परमानन्द श्री कृष्णा परमानन्द श्री कृष्णा 292 വർഷങ്ങൾക്ക് ശേഷം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്തൂപികാ പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും ദർശിക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യം ആ ഹൃദയങ്ങളിൽ നിറച്ച് ശ്രീ പത്മനാഭന് മുന്നിൽ നിന്ന് എല്ലാം കാണുന്ന പ്രതീതിയിൽ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിനും ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് മനസ്സ് നിറയെ പ്രാർത്ഥിക്കുക, മനസ്സ് നിറയെ പ്രാർത്ഥിക്കുക. कृष्णा परमानन्द श्री कृष्णा
തിരുവനന്തപുരം നഗരഹൃദയത്തിൻ്റെ കലാതീതമായ ആത്മീയതയുടെയും വാസ്തുവിദ്യാ മഹത്വത്തിൻ്റെയും പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രമാണ് ഇന്ന് ലോകത്താകമാനം പ്രകാശം ചൊരിയുന്ന മഹാവിഷ്ണുവിൻ്റെ പാൽക്കടലിൽ പള്ളികൊള്ളുന്ന ഭാവത്തിലെ ദർശനം. ഒരു തവണയെങ്കിലും ഭഗവാന്റെ സന്നിധിയിലെത്തണം, ഭഗവാനെ ഒന്ന് കുമ്പിടണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ചില ദിവസങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഏതൊക്കെ നമ്മുടെ ഭാരതത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖങ്ങൾ ഭഗവാന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആ വേഷവിധാനങ്ങളിൽ എന്ത് മനോഹരമായാണ് അവരെല്ലാം ഭഗവാന്റെ ദർശനത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ ആലയത്തിലേക്ക് പ്രവേശിച്ച് വരുന്നത് എന്ന് കാണണം. കാരണം എല്ലാവർക്കും ഭഗവാന്റെ ആ ഖ്യാതി ഇന്ന് ഏതെല്ലാം നാടുകളിൽ, കാരണം അതിനെല്ലാം ഒരു കാലം ഈശ്വരൻ മാറ്റി വച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു വളരെ അടുത്തുള്ള കാലങ്ങളിലാണ് ഭഗവാൻ എത്രത്തോളം ഒരു ആപത്ത് ഘട്ടത്തിൽ തൻ്റെ പ്രജകൾക്കായി ഉള്ള ഒരു കരുതൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് നാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ദർശനത്തിന് എത്തുന്ന എല്ലാവരും ആ ഒരു ഭഗവാന്റെ മുൻകൂട്ടിയുള്ള ആ ഒരു കരുതൽ അറിഞ്ഞ് ഭഗവാനെ ഒരു നിമിഷം കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന നിരവധി മുഖങ്ങളെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ഒരു അവധിക്കാലത്ത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പോകുമ്പോൾ എത്രത്തോളം വിശ്വാസികളാണ്. കാരണം ഓരോ ദിവസവും നിറഞ്ഞ് കവിഞ്ഞ്, ഇതിപ്പോൾ നമ്മൾ കുംഭാഭിഷേക ചടങ്ങുകളൊക്കെ കാണുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഭഗവാനെ നാം കയറി നിന്ന് കാണുന്ന മണ്ഡപത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ കുംഭാഭിഷേകവും സ്തൂപിക പ്രതിഷ്ഠയും എല്ലാം നടക്കുന്നത്. കേരള ദ്രാവിഡ ശൈലികളുടെ മിശ്രിതമായ വാസ്തുവിദ്യാശൈലിയുള്ള പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം തന്നെ നമുക്കറിയാം. 8-ാം നൂറ്റാണ്ടിലാണ്. ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ തൂണുകളിലായാലും എല്ലാം നമുക്ക് കാണാം. നമ്മളെല്ലാവരും അതിശയിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ് ഈ നിർമ്മിതി. ഇതുപോലുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഇതിൻ്റെ നിർമ്മിതി തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ക്ഷേത്രത്തിലൂടെ നാം ആ നടപ്പന്തലിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഓരോ ശില്പങ്ങളിലും ഉള്ള വ്യത്യാസം. ആ വാസ്തുവിദ്യയുടെ തനിമ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കുന്നതും അതുതന്നെയാണ്. അതൊക്കെ നമുക്ക് സമ്മാനിച്ച ശില്പികളെയും എല്ലാം ഈ ഒരു മഹനീയ ദിവസം നാം ഓരോ നിമിഷവും ഓർത്ത് പ്രണമിച്ച് പോകണം എന്നുള്ളതാണ്. അതുപോലെ നേപ്പാളിൽ നിന്നും കൊണ്ടുവന്ന 1008 സാളഗ്രാമങ്ങൾ ഉള്ള ദേവൻ്റെ വിഗ്രഹവും ശ്രദ്ധേയമാണ്. ഗണ്ഡകി നദിയുടെ തീരത്ത് നിന്ന് എടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സാളഗ്രാമങ്ങളാണ്. അമ്പലമൊന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം 4 നടകളിലും, കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും തെക്കേ നടയിലും മൊബൈലിൽ നമ്മളൊരു ചിത്രം എടുക്കണമെങ്കിൽ തന്നെയും നമ്മളൊരു അകലം, നമുക്കറിയാം ഭഗവാന്റെ ഖ്യാതി വർദ്ധിച്ചതിന് ശേഷം ക്ഷേത്രത്തിന് വലിയൊരു സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കൂ. ഇപ്പോൾ തന്നെ ചുറ്റിനുമുള്ള വീടുകളുടെ മുകളിൽ നിന്നും ഈ ദൃശ്യം പകർത്താനുള്ള അനുമതി നൽകുമ്പോഴും ഈ ഒരു ഫ്രെയിം മാത്രമേ നിങ്ങൾ വെക്കാവൂ.
ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് പാടില്ല. അതായത് ഇപ്പോൾ ക്യാമറ സൂം ചെയ്ത് വച്ചിരിക്കുന്ന ഈ 3 കുംഭങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ മാത്രമേ ക്യാമറ ചലിപ്പിക്കാനുള്ള അനുവാദമുള്ളൂ. ഇതിൽ കൂടുതൽ ഒന്ന് ക്യാമറ സൂം ബാക്ക് ചെയ്താൽ നിങ്ങൾ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയ മാതൃകയാണ്. പക്ഷേ അത് നിങ്ങളെ കാണിക്കാനുള്ളൊരു അനുവാദം ക്ഷേത്ര ഭരണസമിതിയും പോലീസും നമുക്ക് തന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്കിത് മാത്രം പോരെ, ഇത് തന്നെ വലിയ അനുഗ്രഹമല്ലേ. ഇത് തന്നെ ഇത്തരത്തിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നിങ്ങളെയൊക്കെ എത്തിക്കാൻ ഉള്ളൊരു അനുമതി കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ഇപ്പം ഓരോ കുംഭങ്ങൾക്കും ദീപാരതി നൽകുന്ന കാഴ്ച കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ഇത്രയൊരു ഭാഗ്യം കിട്ടിയത് തന്നെ. ഷേർലി വിജയൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അങ്ങനെ ഒരു വിഷ്വൽസ് കാണിക്കാനുള്ളൊരു അനുമതിയില്ല. അത്രയും സുരക്ഷിതമായ രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് മുന്നോട്ട് പോകുന്നത്. ഭഗവാൻ പള്ളികൊള്ളുന്ന ആലയത്തിന് മുകളിലുള്ള 3 കുംഭം, അതിൽ നെല്ല്, മീനാക്ഷി ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേകമായി വിളയിച്ചെടുത്ത നെല്ലുകൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ആ കുംഭത്തിൽ നിറയ്ക്കുന്നതും അതിൻ്റെ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തിയവർക്ക് അറിയാൻ കഴിയും ആ ക്ഷേത്രത്തിനുള്ളിലെ ഒരു കെട്ടും മട്ടും കാഴ്ച രീതികളും എല്ലാം ആർക്കായാലും ഒന്ന് പകർത്തണമെന്ന് മോഹം തോന്നുന്ന രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങളും നിർമ്മിതികളും എല്ലാം ആണെങ്കിൽ പോലും നമുക്ക് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഹൈന്ദവ സംസ്കാരത്തിന് ഏറ്റവും മാതൃകയായി ഉയർന്നു നിൽക്കുന്ന ശ്രീവൈകുണ്ഠം എന്ന് വിശേഷിപ്പിക്കുന്ന പത്മനാഭസ്വാമിയുടെ ആലയം, കാരണം അതിനുള്ളൊരു കരുതൽ ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇന്നിപ്പോൾ ഈ തലമുറയിലെ നമ്മുടെ തന്നെ ഒരു ഭാഗ്യം നമ്മളൊന്ന് മനസ്സിൽ കാണണം. 292 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കുംഭാഭിഷേകമാണ്. അത് ഇങ്ങനെയെങ്കിലും കാണാൻ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ ഭാരതത്തിലെ തന്നെ ദിവ്യദേശങ്ങളിൽ ഒന്നായി, അല്ലെങ്കിൽ 108 പുണ്യ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നു തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. മുഖംമൂടി ധരിച്ച സർപ്പമായ അനന്തനിൽ ചാരി ഇരിക്കുന്നതായി നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. വിവിധ ഭാവങ്ങളിൽ നമുക്ക് ഭഗവാന്റെ ആ ഒരു പള്ളികളിൽ നമുക്ക് പലർക്കും പല ഭാവമാണ്. 3 കവാടങ്ങളിലൂടെയാണ് നമുക്ക് ഭഗവാനെ പൂർണ്ണമായും കാണാൻ കഴിയുന്നത്. ഈ ദേശത്തിൻ്റെ ദേവനാണ്, ദേശദേവനാണ് തിരുഅനന്തപുരി, ഭഗവാന്റെ പുരി അനന്തപുരിയാണ്. തിരുവനന്തപുരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും തിരുഅനന്തപുരി എന്ന് തന്നെ നമ്മൾ പറഞ്ഞു മാറണം എന്ന് തോന്നുന്നു. ഏഴ് പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സ്ഥലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നും ഇപ്പോൾ നമുക്കറിയാം. ഭഗവാന്റെ ഈ ക്ഷേത്രം ഇരിക്കുന്നത്, അതായത് ഭഗവാൻ വില്വമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയപ്പോൾ അതിബൃഹത്തായ ഒരു രൂപമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോൾ ഇരിക്കുന്ന ഭാഗം, ഭഗവാന്റെ ആ മധ്യഭാഗവും ശിരസ്
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പരശുരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണെന്നും, പരശുരാമ സ്വാമി ക്ഷേത്രം നമുക്കറിയാം ലോകത്തിൽ പിതൃക്കൾക്ക് പിതൃതർപ്പണത്തിന് ബലിയർപ്പിക്കാൻ കഴിയുന്ന, അതായത് നാലമ്പലത്തിനുള്ളിൽ നമ്മുടെ മരിച്ച പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മോക്ഷപ്രാപ്തിക്കായി പൂജകൾ അർപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് പരശുരാമ സ്വാമി ക്ഷേത്രം. ആ പരശുരാമ സ്വാമി ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്താണ് ഭഗവാന്റെ ശിരസ്സെന്നും പാദം വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഇതേ അകലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ടെക്നോ പാർക്കിന് പുറകിലായി വരുന്ന തൃപ്പാദപുരം ക്ഷേത്രം. എന്തായാലും നമ്മുടെ സംപ്രേക്ഷണം അവസാനിച്ചിരിക്കുകയാണ്, ചടങ്ങുകൾ അവസാനിച്ചു.